നമസ്കാരം, നുറുങ്ങ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 1 കിലോ തോടിമീൻ മേടിച്ചിട്ടുണ്ട്. അത് നമുക്ക് എങ്ങനെ വെട്ടി എടുക്കുന്നതെന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് കറി വയ്ക്കാം. ഈ മീൻ പൊതുവെ മുള്ളുള്ളതാണ്, കൂടുതലും മുള്ളുള്ള മീനാണ് ഇതെങ്ങനെ കറി വയ്ക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഇതിൻ്റെ മീനിൻ്റെ മുള്ളും വെട്ടി ചതമ്പലൊക്കെ കളഞ്ഞ് നമുക്ക് മീൻ വെട്ടി വൃത്തിയാക്കി എടുക്കാം. ആദ്യം നമുക്ക് മീനിൻ്റെ മുള്ളൊന്ന് വെട്ടിക്കളയാം. നമുക്കിതിൻ്റെ ചെതമ്പൽ കളയാം. ഇത് ചെതമ്പൽ കൂടുതലുള്ള മീനാണ്. ഈ മീൻ കറി വയ്ക്കുന്നതിലും നല്ലത് വറുക്കാനാണ് നല്ലത്. എന്താണെന്ന് വെച്ചാൽ മാംസത്തിന് ഇതിൻ്റെ മുള്ള് കൂടുതലാണ്, മാംസത്തിൽ മുള്ളുണ്ടാകും, പൊടി പൊടി പോലത്തെ മുള്ളുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ തല വെട്ടി എടുക്കാം. ഇതിൻ്റെ ഉള്ളിലെ കുടലൊക്കെ കളഞ്ഞ് നമുക്കിതൊന്ന് വൃത്തിയായിട്ടെടുക്കാം. ഇപ്പം മീനിൻ്റെ മുള്ളും ചെതുമ്പലൊക്കെ വെട്ടി വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. ഈ മാംസത്തിൽ മുള്ളുള്ള കാരണം ഞാനിങ്ങനെ ചരിച്ചാണ് മുറിക്കണത്. ഈ മീന് നല്ല നെയ്യുണ്ട്, അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും മീൻ. മാംസത്തിൽ മുള്ളുള്ളായിരുന്നു ഞാനിങ്ങനെ ചരിച്ച് കണ്ടിക്കണത്. അപ്പം നമ്മുടെ മീൻ ഒക്കെ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ മീനിൻ്റെ മുള്ളും ചെതമ്പലും ഒക്കെ കളഞ്ഞ് വെട്ടി കഴുകി വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട്. കഷ്ണങ്ങളായിട്ട് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉലുവ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വേപ്പിലിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചുവന്നുള്ളി, സവാള ഇവ ഇട്ട് കൊടുക്കാം. ഇത് നന്നായി വഴന്ന ശേഷം നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ സവാളയും പച്ചമുളകും ഇഞ്ചിയും വേപ്പിലയൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം.
1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 സ്പൂൺ മുളക് പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ ഫിഷ് മസാല. നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം, മൂപ്പിച്ചെടുക്കാം. കുടപ്പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. അരപ്പ് തിളച്ചതിന് ശേഷം നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അരപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇത് മീനിൻ്റെ പലഞ്ഞീന, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കൊരു മൂടി വെച്ച് വേവിച്ചെടുക്കാം. മൂടിയാൽ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ചാറൊക്കെ വറ്റിയിട്ടുണ്ട്. അപ്പോൾ ചാറൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഒരു 10 മിനിറ്റും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഇറക്കാം. നന്നായിട്ട് ഉപ്പും പുളിയും എരിവും ഒക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്നൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ തോടിക്കറി ശരിയായിട്ടുണ്ട്. നമുക്കിനി ഇത് ഇറക്കാം. ഈ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നന്ദി.